ഒന്നിച്ചിട്ട് പലപ്പോഴായിട്ട് വേദികൾ പങ്കിട്ടില്ലേ ഗൾഫ്? ഇത് നമ്മുടെ പിന്നെ ദുബായില് സമദ് കടമേരി എന്ന് പറയുന്നത്, സമദ് കടമേരിയാണ് പിന്നെ ഇപ്പം ലാസ്റ്റ് കൊണ്ടുപോയത്. ആദ്യം ഞങ്ങളെ മക്കളെ കൊണ്ടുപോയത് ഷെഫീഖ് തളിപ്പറമ്പ് എന്ന് പറയുന്ന അവിടുത്തെ പ്രൊഡ്യൂസറാണ്, തളിപ്പറമ്പാണ് അദ്ദേഹം. അദ്ദേഹമായിരുന്നു ഞങ്ങളെ ഞങ്ങളുടെ അതായത് ഫുൾ ചെലവ് ഞങ്ങളെ ഫാമിലിനടക്കം വയറിനടക്കം കൊണ്ടുപോയി നമ്മൾക്ക് ഒരു പ്രോഗ്രാം ഇവർക്ക് ചെയ്യാൻ പറ്റും തെളിയിച്ചത് അദ്ദേഹമായിരുന്നു. പിന്നീടാണ് സമദ്, അതേപോലെ അവിടെയുള്ള ഒരു പിന്നെ അബുദാബിയിലുള്ള മജീദ് ക, മുജീബ് ക, കെനിൽ ദാസ്, ഇവരൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ധാരാളം ആളുണ്ട്. പക്ഷെ ഒരു പക്ഷേ മനസ്സിലേറെ അല്ലെ കിട്ടിയ ഒരു സന്തോഷമായിരിക്കില്ല തന്റെ മക്കളോട്. മക്കൾ എന്ന് പറയുന്നത് വൈഫ് ഏതായാലും പറഞ്ഞു, പക്ഷെ വൈഫിനെയും കൂടി കൊണ്ടുവരാനുള്ള കൊണ്ടുവന്നോ എന്ന് പറയണമെന്നെങ്കിൽ അത് നമ്മളോടുള്ള ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ പാട്ടിനോടുള്ള ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ കലയോടുള്ള ഒരു ഇഷ്ടമാണ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ, നമ്മളൊരു സന്തോഷിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ വൈഫ് കഴിച്ചില്ലല്ലോ അല്ലെങ്കിൽ മക്കൾ കഴിച്ചില്ല, അത് നമുക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷം. ഇവർക്ക് ഈ ലോക്ക്ഡൌണിന് മുമ്പ് അവസരങ്ങൾ വന്നതായിരുന്നു. ഞാൻ നല്ലോണം താണു കൊടുത്താൽ ഇവര് എന്റെ തലയിൽ കയറും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു പകുതിക്ക് ഞാൻ ഒരു മമ്മൂട്ടിയാവും, വീട്ടിൽ കുഞ്ഞുട്ടിയാവും. ഇവരുടെ നിലവിലുള്ള പഠനവും കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന്, പാട്ട് മാത്രമല്ല കയ്യിലുള്ളത്. ഇപ്പൊ എന്റെ പ്രോഗ്രാമിൽ ഇപ്പോ നമ്മുടെ ഓർക്കസ്ട്ര ചെയ്യുന്നത് നമ്മളെ കമറുദ്ദീൻ കിച്ചേരി, സന്തോഷ് ഏട്ടൻ, അവരുടെ ടീമിൽ ഡ്രമ്മും കൊണ്ട് പോവാറുണ്ട്. അതേപോലെ ഇക്ബാൽ കണ്ണൂര്, ഷമീർ തലശ്ശേരി, അവരെ ഇതിലും സഹ്റാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പ്രായത്തിലെ എനിക്കൊരു 6 വയസ്സ് മുതലേ, എനിക്ക് 5 വയസ്സ് മുതൽ, ഞാൻ തെറ്റുപോയി, സോറി. അപ്പൊ 5 വയസ്സ് മുതലേ ഇവരെന്ത് ചെയ്യും, അത് പ്രോഗ്രാമിന് വായിച്ചിട്ട് എനിക്ക് പൈസ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് വലിയ അഭിമാനം എന്താണ്, ഇവള് 4 വയസ്സിലാണ് എന്റെ കൂടെ ഗൾഫിലേക്ക് വന്നത്. അത് ഷെഫീഖാണ് ഞാൻ പറഞ്ഞത്, ഷെഫീഖാണ് കൊണ്ടുവന്നത്. 4 വയസ്സിലാണ്. 4 വയസ്സിൽ എനിക്ക് പൈസ തരുന്ന വാപ്പ പേടിക്കണ്ട, വാപ്പാക്ക് സുഖയുടെ പ്രശ്നമില്ല, ഞാൻ പാട്ട് പാടിക്കോളാം, ഞാൻ പൈസ ആക്കി തരാം എന്ന് പറയുന്ന മോളാണ്. അപ്പോൾ ഇവര് ഇതിൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം, ഇതിലും വലിയ ഭാഗ്യം എന്താണ് വേണ്ടത്. അതേപോലെ എന്റെ A to Z ഞാനൊന്നും ഈ വർക്ക് എന്നാണ് എന്റെ വർക്ക് തന്നെയാണ്, അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ A to Z കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വൈഫാണ്. പിന്നെന്താണ് നമ്മൾ ഇല്ലെന്ന് അവർ ആഗ്രഹിക്കുന്നത് മനസ്സമാധാനമാണ്. അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഈ കാര്യത്തിൽ. കുടുംബപരമായിട്ട് വളരെ സന്തോഷവാനാണ്. നമ്മുടെ അന്ന് അദ്ദേഹമൊക്കെ പാട്ട് രംഗത്ത് മാപ്പിളപ്പാട്ട് പാടിയിരുന്നത് നമ്മുടെ കല്യാണ പുരകളിൽ അല്ലേ, ആ സമയത്ത് പാട്ട് പാടിയിട്ടായിരുന്നു ഈ രംഗത്തേക്ക് വന്നിരുന്നത്. ഇന്നത് മാറി അല്ലേ, നമ്മുടെ എല്ലാ ഷോകളിലും മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ അതിനൊരു സ്വീകാര്യത വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റത്തിലേക്ക് അതായത് ഈ പട്രമാല് ശരിക്കും ഇതിനൊരു പ്രധാന ഭാഗം തന്നെയാണ്. കാരണം ആദ്യമൊക്കെ പാടുമ്പോൾ ചില സിനിമ പാട്ടുകൾ, അത് കഴിഞ്ഞ പിന്നെ ആൽബ പാട്ടുകൾ, ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ അംഗീകരിക്കുക വളരെ കുറവായിരുന്നു ഇതിൽ. പക്ഷെ പട്രമാല് വന്നപ്പം മാപ്പിളപ്പാട്ട് കൂടുതലും സിനിമ പാട്ട് 1, 2 ആയ സ്റ്റേജുകൾ ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മൂസക്ക എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിന് പ്രധാനമായിട്ട് ഒരു പങ്ക് വഹിച്ച ഒരാളാണ്. ഇത് നിലനിർത്താൻ വേണ്ടി അത്ര കഷ്ടപ്പെടും. എൻ്റെ കല്യാണത്തിന് അതായത് പിന്നെ അസീസ്ക എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ അസീസ്ഖാന് അബ്ദുവിൻ്റെ കല്യാണമാണ്. അപ്പോൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കല്യാണത്തിന് അങ്ങനെ പോകാറില്ല, എന്തിനാ ഇപ്പോൾ കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് അന്ന് രാവിലെ എത്തിയത് മൂസക്കയാണ്. മൂസക്കി MA ഗഫൂർക്കി. അവർ രണ്ടാളും വന്ന് എന്താ പറയാ, നമ്മളെ സ്റ്റേജിലും പ്രോഗ്രാം ഇങ്ങനെ തകിടം മറിച്ച ആൾക്കാരാണ്. അത്രയും ഭംഗിയാക്കിയത്. അത് മൂസക്കൊക്കെ വന്നപ്പോ എന്റെ കല്യാണം ഒന്ന് ഹൈലൈറ്റ് ആയി. തീർച്ചയായിട്ടും നമ്മുടെ താരാണല്ലേ ഈ രംഗത്തുള്ള, അങ്ങനെ ചൂട് വെച്ച് വരുന്ന സംഭവമായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ മൂസക്ക വന്നപ്പോ അപ്പൊ എല്ലാരും പറഞ്ഞു മൂസക്കാലം വന്ന ഒരു കല്യാണമായിരുന്നു. അതൊക്കെ വലിയൊരു അംഗീകാരം തന്നെയാണ്.